കുമ്പസാരിക്കാത്ത ഹെറോദസിനെയാണ് ഇന്നത്തെ ഗോസ്പലിൽ നമ്മൾ കാണുന്നത്. യോഹന്നാനെ കൊന്നുകളഞ്ഞു, പക്ഷെ കുമ്പസാരിക്കാൻ തയ്യാറായില്ല. കൊല്ലപ്പെട്ട യോഹന്നാൻ്റെ തിരിച്ചുവരവാണ് ക്രിസ്തുവെന്ന് നാട്ടുകാർ പറഞ്ഞപ്പോൾ ഹെറോദോസ് പേടിച്ചുപോയി, പരിഭ്രാന്തനായെന്ന് പറയാം. നമ്മൾ കുമ്പസാരിക്കാത്ത പാപങ്ങൾ നമ്മളിങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കും. ഹെറോദോസിന് പലതവണ അവസരം കിട്ടിയതാണ് ക്രിസ്തുവിനെ കാണാൻ, പക്ഷെ കണ്ടില്ല. കാരണം അവൻ്റെ ആഗ്രഹം ജെനുവിനായിരുന്നില്ല എന്നുള്ളതാണ്. ക്രിസ്തുവിനെ വിധിക്കാൻ വേണ്ടി പീലാത്തോസ് തൻ്റെ കൊട്ടാരത്തിലേക്ക് ഈശോനെ പറഞ്ഞു വിടുന്നുണ്ട്. ഈശോവിനെ രക്ഷിക്കുന്നതിന് പകരം ഈശോ അവഹേളിച്ചിട്ടാണ് ഹെറോദോസ് അവിടെ നിന്ന് ഇറക്കി വിടുന്നത്. ഹെറോദോസ് കുമ്പസാരിച്ചില്ല. അതുകൊണ്ട് തന്നെ അവൻ്റെ പാപങ്ങൾ അവനെ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരുന്നു. അവൻ്റെ എൻഡ് പറയുന്നത്, അവസാനം എന്ന് പറയുന്നത് ട്രാജഡി ആയിരുന്നു. നമ്മൾ ബൈബിളിൽ നോക്കുമ്പോൾ ബൈബിളിലെ ഹീറോ ക്യാരക്ടേഴ്സ്, ദാവീദ് രാജാവ് വീണുപോയി, പക്ഷെ കുമ്പസാരിച്ചു. ജീവിത അവസാനം വരെ ദൈവത്തിൻ്റെ ഹൃദയത്തിനിണങ്ങിയ മനുഷ്യനായിട്ടാണ് ജീവിച്ചു. യാക്കോബിൻ്റെ പേരിൽ തന്നെയുണ്ട് ചതിയെന്നത്, പക്ഷേ ദൈവത്തോട് നടത്തിയൊരു ചെറിയ ഗുസ്തി പിന്നീട് ഇസ്രായേലായിട്ട് മാറി, പ്രിൻസ് ഓഫ് ഗാഡ്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഞാൻ സിന്നേഴ്സിൽ നമ്പർ 1 ആണ്. കാരണം അത്രയും പേരെ, അത്രയും ക്രിസ്ത്യാനികളെ പൗലോസ് കൊന്നിട്ടുണ്ട്. പക്ഷെ പൗലോസ് പറയുന്നത് അതല്ല എൻ്റെ റിയൽ ഐഡൻറ്റിറ്റി. എൻ്റെ റിയൽ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഞാൻ ക്രിസ്തുവിൻ്റെ ഒപ്പം സ്വർഗത്തിലിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം അവൻ എൻ്റെ പാപങ്ങൾ കഴുകിക്കളഞ്ഞു. ഐ ആം റിഡീംഡ്. ഒന്ന് കുമ്പസാരിച്ചുകൂടെ? നമ്മളെന്തിനാണ് ഈ പാപത്തിൻ്റെ ഭാരം ചുമന്നുകൊണ്ട് നടക്കുന്നത്? ദൈവത്തിൻ്റെ ഓർമ്മയിൽ നിന്ന് പാപത്തിൻ്റെ പട്ടിക മായ്ച്ചു കളഞ്ഞൂടെ?